Morning, sir, and welcome to the show. Morning, Anla. Morning, viewers. യെസ് സർ, ഇന്നലത്തെ ഒരു യു എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിച്ചിരുന്നു. ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് അടക്കമുള്ള സൂചികൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിച്ചിരുന്നു. ഒപ്പം റിസൾട്ടുകളും പല മാഗ്നിഫിഷ്യൻ സെവനിൽ ഉൾപ്പെട്ട പല കമ്പനികളുടെയും റിസൾട്ടുകളും എത്തിയിരുന്നു. ചിലതിൽ നല്ല നമ്പേഴ്സ് ആയിരുന്നു, ചിലത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് അടക്കമുള്ള പല കമ്പനികളുടെ നമ്പേഴ്സ് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും കാര്യമായിട്ടൊരു സെൽ ഓഫ് നമുക്ക് വാൾ സ്ട്രീറ്റിൽ കാണാൻ സാധിച്ചിരുന്നില്ല. അമേരിക്കൻ സൂചികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ ഇന്നലെ ആക്ച്വലി വീണ്ടും നമുക്കൊരു മിക്സഡ് വ്യൂ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നവംബർ 29 ആയിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ 45,071 പോയിന്റ്. ആൻഡ് ഇന്നലെ ആ ഒരു ലെവലിന്റെ വളരെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ 48,008 പോയിന്റ് ആയിരുന്നു. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 45,350 അതിനുശേഷം 46,000 പോയിന്റും ആയിരിക്കും. അറ്റ് ദിസ് മൊമെന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നേരിയ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചെങ്കിൽ അണ്ടർ ടോണിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ മാഗ്നിഫിഷ്യൻ 7 3 കമ്പനികളുടെ റിസൾട്ട് വന്നതിനെ തുടർന്ന് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ കേസിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം ഒരു റിക്കവറിയും കാണാൻ സാധിച്ചില്ല. ടെസ്ലയുടെ കേസ് എടുക്കുമ്പോഴേക്കും ടെസ്ലയിലും ഒരു അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ടെസ്ല $380 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ടെസ്ലയുടെ കേസിൽ നമുക്ക് വലിയൊരു സെൽ ഓഫ് കാണാൻ സാധിക്കും. മെറ്റയുടെ കേസിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിലും ആ ഒരു നേട്ടം ഒന്നും തന്നെ മെറ്റയ്ക്ക് നിലനിർത്താൻ സാധിച്ചില്ല. സോ മെറ്റയുടെ കേസിലും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എൻവിഡിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ വീണ്ടും എൻവിഡിയുടെ കേസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4-4.5% നഷ്ടമായിരുന്നു തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എൻവിഡിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 115, റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് $130 ആയിരിക്കും. ക്രൂഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ ഏർലി അവേഴ്സിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടൊരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഉദാഹരണത്തിന് WTI ക്രൂഡിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏർലി അവേഴ്സിൽ ഹെവി ആയിട്ടൊരു ബൈയിങ് മൊമെന്റം കടന്നു വരികയും ആ ഹൈ ലെവൽസിൽ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും കാണാൻ സാധിച്ചിരുന്നു. നിലവിൽ ഒരു ഫ്ലാറ്റിഷ് ആയ ടോണിലാണ് ക്രൂഡിൽ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ക്രൂഡിന്റെ കേസിൽ ഞാൻ അടുത്ത 2-3 സെഷൻസിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് $71.80. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. റെസിസ്റ്റൻസ് ആയിട്ട് അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് $74.20. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് $75.50, അതിനുശേഷം $76.50. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് ഗോൾഡിൽ ഇന്നിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. റെക്കോർഡ് ഹൈയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കൊണ്ടൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ $2,790 മുകളിലാണ് പ്രധാനമായിട്ടും ഗോൾഡിൽ ആഗോളതലത്തിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. മാത്രമല്ല 2,799.8 എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു ടേക്ക് എന്താണ്? ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ 2,800 ആ ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമത്തിലായിരുന്നു. ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത്. ഇനി സ്വർണത്തിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2,840. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു $50 കുതിപ്പ് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. മന്ത്ലി എക്സ്പയറി ആയിരുന്നിട്ട് പോസിറ്റീവ് ടോൺ നിലനിർത്താൻ സാധിച്ചിരുന്നു. ലാസ്റ്റ് ഒരു 3 മണിക്ക് ശേഷം ഒരു വോളറ്റാലിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 23,249.5 എന്ന നിലയിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 86 പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോൾ 23,100 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളിലും ബജറ്റിനോടനുബന്ധിച്ചിട്ട് വരുന്ന ഈ ഒരു പ്രീ ബജറ്റ് മുന്നോടിയായിട്ടൊരു 3 ദിവസങ്ങളിലും പോസിറ്റീവ് ടോണിലും ട്രേഡിംഗ് അവസാനിപ്പിക്കാനായിട്ട് ബെഞ്ച്മാർക്ക് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബജറ്റിനെയും കൂടി കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50ലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഷോർട്ട് കവറിംഗ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. സോ നിഫ്റ്റി 50യിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 23,700 അതിനുശേഷം 24,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് സ്റ്റേജ് അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ എക്സ്പയറി ആയിരുന്നിട്ട് കൂടി വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം 49,000 മുതൽ 49,450 വരെയുള്ള ഒരു റേഞ്ചിൽ നിന്നായിരുന്നു ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടന്നിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 49,311.95 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു 0.3% നേട്ടം മാത്രം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 49,700 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള വളരെ മേജർ റെസിസ്റ്റൻസ് 51,300. സോ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. യെസ് സർ. അതിനോടൊപ്പം തന്നെ മറ്റ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. വോൾട്ടാസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. വോൾട്ടാസിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? വോൾട്ടാസിന്റെ കേസിൽ നമുക്ക് ഇന്നലെ റിസൾട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഓൾറെഡി വോൾട്ടാസിന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷ് തന്നെയായിരുന്നു. ആൻഡ് ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ആ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് മൊമെന്റ് കുറെ വർദ്ധിക്കുക ചെയ്തിരിക്കുന്നത്. വോൾട്ടാസ് നേരിടുന്ന ഒരു വലിയൊരു പ്രോബ്ലം ഇസ് അട്രിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സീനിയർ എക്സിക്യൂട്ടീവ്സ് ആ കമ്പനിയിൽ നിന്നും കഴിഞ്ഞ 2-3 മാസത്തിനിടെ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതൊക്കെ വോൾട്ടാസിന്റെ സെന്റിമെന്റിനെ ഒത്തിരി നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് വോൾട്ടാസിൽ ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഇന്നലെ ഏറ്റവും അധികം നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിട്ടുള്ള ഒരു ഓഹരി ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്പേഴ്സ് തന്നെയായിരുന്നു. അത് Q3 നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കർ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത്. ഓൾറെഡി ഒരു ബിയറിഷ് മോഡിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് തന്നെ പറയാം. ആ ഒരു ടോണിനെ കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഇടിവിനെ ആക്കം കൂട്ടുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരിക്കുന്ന നമ്പേഴ്സും. ഏതായാലും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം 6% മുകളിലുള്ളൊരു ഇടിവിലാണ്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു സപ്പോർട്ട് ലെവലും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. സോ വീണ്ടും സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കും ടാറ്റ മോട്ടോഴ്സ് നേരിടാൻ പോകുന്നത്. എങ്കിൽ പോലും നാളെ ബഡ്ജറ്റിൽ നമുക്ക് ഓട്ടോ മേഖലയ്ക്ക് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസെന്റീവ്സ് ധനകാര്യമന്ത്രി അനൗൺസ് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയയും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒപ്പം സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ടും ഇന്നലെ കനത്ത ഒരു സെൽ ഓഫ് ആയിരുന്നു സ്വിഗ്ഗിക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു ബൈയിങ് മൊമെന്റം നിലനിന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് ആദ്യത്തെ ഒരു 1 അവർ പിന്നിടുമ്പോഴേക്കും പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ടൊരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 5.48% ഇടിവിലാണ് സ്വിഗ്ഗി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്വിഗ്ഗി ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വിഗ്ഗി ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ്. അൺഫോർച്ചുനേറ്റ്ലി ഡിസംബർ 23 നമുക്കൊരു ഓൾ ടൈം ഹൈ 617 രൂപയിൽ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിലെ കനത്ത സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് സ്വിഗ്ഗിയിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ ട്വിൻ സ്റ്റോക്ക് ആയിട്ടുള്ള സൊമാറ്റോയിലും നമുക്ക് ഇതേ പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സൊമാറ്റോയുടെ കേസിലും ഒത്തിരി സെല്ലിംഗ് പ്രഷർ ഒത്തിരി വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് സ്റ്റോക്കിലും
നമ്മൾ തൽക്കാലം ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. യെസ്, ഒപ്പം വേൾപൂളുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വേൾപൂളിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ലോവർ സർക്യൂട്ടിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 20% ഇടിവിൽ 1260 രൂപ എന്ന നിലയിൽ 1260.8 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാണ് എന്നുണ്ടെങ്കിൽ വേൾപൂളിൽ നിന്നും അവരുടെ ഇന്റർനാഷണൽ പേരന്റ് കമ്പനി കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നിന്ന് പങ്കാളിത്തം പിൻവലിക്കുന്നു എന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ വേൾപൂൾ ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി വേൾപൂളിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. വേൾപൂളിന്റെ കേസിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ഒന്നും തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിലും ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ധാരാളം പ്രേക്ഷകർ ക്വസ്റ്റ്യൻസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ടൊരു പ്രേക്ഷകൻ സുപ്രിയ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുപ്രിയ ലൈഫ് സയൻസിന്റെ ഓഹരികൾ ഇന്നലെ 5% ഒരു മുന്നേറ്റമായിരുന്നു നടത്തിയിരുന്നത്. സുപ്രിയ ലൈഫ് സയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുപ്രിയയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ് 760 അതിനുശേഷം 800. ഈ 2 റെസിസ്റ്റൻസ് ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. കൈഷൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സർ, അതിനോടൊപ്പം തന്നെ ചില പ്രേക്ഷകർ ബജറ്റിന് മുന്നോടിയായിട്ട് റെയിൽവേ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതേ ഫോറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. റെയിൽവേ ഓഹരികൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ബഡ്ജറ്റിനെ പോലെ അത്ര ഹെവി ആയിട്ടൊരു ബൈയിങ് ഈ ഒരു റെയിൽവേ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പലതിലും ഒരു മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ കാണുന്നത്. എന്നിരുന്നാൽ പോലും IRFC, ടെക്സ്മാക്കോ, അതിനോടൊപ്പം തന്നെ RVNL തുടങ്ങിയ ഓഹരികൾ വീക്ക്ലി ബേസിസിൽ നല്ലൊരു ഗെയിൻ അല്ലെങ്കിൽ റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ മാത്രം ഭൂരിഭാഗം ഓഹരികളിലും 2%-ലധികം ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെയിൽവേ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെയിൽവേ സ്റ്റോക്സ്, അതുപോലെ തന്നെ ഡിഫൻസ് സ്റ്റോക്സ്, പബ്ലിക് സെക്ടർ സ്റ്റോക്സ്, ഇതിലൊക്കെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്സിലൊക്കെ ഒത്തിരി റെസിസ്റ്റൻസസ് കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത്തരം സ്റ്റോക്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നാച്ചുറലി ഈ ഒരു സ്പെക്കുലേറ്റീവ് ബൈയിങ് നടക്കുന്നത് നാളെ ധനകാര്യമന്ത്രി ഈ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ റെയിൽവേ ഡിഫൻസ് മേഖലയിലൊക്കെ എന്തെങ്കിലും കൺസെഷൻസ്, ഇൻസെന്റീവ്സ് ഓഫർ ചെയ്യുമോ എന്നുള്ളൊരു ഗസ് വർക്കിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വെരി റിസ്കി പൊസിഷൻസ് ആയിരിക്കും ഇതൊക്കെ. എങ്കിൽ പോലും റെയിൽ വികാസ് RVNLന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 480 രൂപ. ആ ഒരു റെസിസ്റ്റൻസിനെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും. റെയിൽ ടെല്ലിന്റെ കേസിൽ നമുക്ക് ഒത്തിരി റെസിസ്റ്റൻസസ് കാണുന്നുണ്ട്. ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 420, അതിനുശേഷം 442, അതിനുശേഷം 462. ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ എല്ലാ ട്രെൻഡും ബുള്ളിഷായെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ടെക്സ്മാക്കോ റെയിലിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് 210, 222, 242. IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും റെസിസ്റ്റൻസ് ലെവൽസ് 162, 172. IRCTCയുടെ കേസ് എടുക്കുമ്പോഴേക്കും റെസിസ്റ്റൻസ് ലെവൽസ് 810, 845, 865, അതിനുശേഷം 920. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ടാറ്റ എലക്സിയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ എലക്സിയുടെ കേസിലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 6850, അതിനുശേഷം 7250 ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5880 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഒരു പ്രേക്ഷകൻ ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. 8250.65 എന്ന നിലയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനിയുടെ നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റിന്റെ എസ്റ്റിമേഷനെ മറികടന്നുള്ള ശക്തമായിട്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു ഡിസംബർ ക്വാർട്ടറിൽ ബജാജ് ഫിനാൻസിന് സാധിച്ചിരുന്നു. ഏതായാലും അതിന്റെ ഒരു മുന്നേറ്റം ഓഹരികളിലും കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഹൈ ലെവൽസിൽ നിന്നുകൊണ്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട് 1.83% നേട്ടത്തിലാണ് ഇന്നലെ ബജാജ് ഫിനാൻസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഫിനാൻസിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും ബ്രേക്ക് ഔട്ടിന് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. ബട്ട് അടുത്ത 2-3 സെഷൻസിലും നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ബജാജ് ഫിനാൻസിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ട്വിൻ കമ്പനിയാണ് ബജാജ് ഫൈനാൻഷ്യൽ സർവീസസ്. ബജാജ് ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ ഇന്നലെ കനത്ത പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ ഒരു സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 1870 രൂപയായിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1690 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതായിട്ട് മറ്റൊരു ടാറ്റ ഓഹരിയായിട്ടുള്ള ടാറ്റ ടെക്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്കിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം ആദ്യത്തെ ഒരു 1 അവറിൽ ഒരു ബൈങ് കടന്നു വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് കൂടുതലായിട്ടും ഒരു നെഗറ്റീവ് ടോണാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 1% ഇടിവിൽ 777.15 എന്ന നിലയിലാണ്. ടാറ്റ ടെക്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ ടെക് 3 സെഷൻസിന് മുൻപായിരുന്നു നമുക്കൊരു ഓൾ ടൈം ലോ നൽകിയത്. അതിനുശേഷം നേരിയൊരു ഷോർട്ട് കവറിംഗ് നടന്നിരുന്നു. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബെയറിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 768 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് 750, അതിനുശേഷം 735 ആയിരിക്കും. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 845, അതിനുശേഷം 885 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അടുത്തതായിട്ട് എഡൽവീസ് ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 2.31% ഒരു ഇടിവിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫിൽ നിന്ന് ഒരു പരിധിവരെങ്കിലും മുന്നോട്ടേക്ക് പോകാനായിട്ട് ട്രേഡിംഗിന്റെ അവസാന ഘട്ടത്തിൽ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. എഡൽവീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എഡൽവൈസിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 98 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ONGCയിലുള്ള ഒരു വ്യൂ ആണ് അടുത്തതായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ONGC ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ONGC ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ONGCയുടെ കേസിൽ അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ബുള്ളിഷ്നെസ്സും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു പോസിബിലിറ്റി വളരെ അധികമായിട്ട് കാണുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 363 രൂപ, 263 രൂപ. 263 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 275, അതിനുശേഷം 285 ആയിരിക്കും. 285 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ സിമിലർ പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഓഹരിയ റിലയൻസ് ഇൻഡസ്ട്രി. റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 1265, അതിനുശേഷം 1325, അതിനുശേഷം 1420. അടുത്തതായിട്ട് സ്വരാജ് എൻജിൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽ പറ്റിയ ഒരു ഓഹരി ഇന്നലെ 3.5% നേട്ടമായിരുന്നു നൽകിയിരുന്നത്. 3340.05 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്വരാജ് എൻജിൻസ് എന്ന ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വരാജ് എൻജിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3420, അതിനുശേഷം 3560 രൂപയിലും ആയിരിക്കും. ട്രെൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2990 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
അടുത്തതായിട്ട് ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഹരികൾ ഇന്നലെ 0.95% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ത്യ ഷെൽട്ടേഴ്സ് ഒരു സ്മോൾ ക്യാപ്പ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ ബെയറിഷ് ആയിട്ട് കാണുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 590 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് ടാറ്റ സ്റ്റീലിലുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ട്രേഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു 3 മണിക്ക് ശേഷം നോക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് കടന്നു വന്നതായിട്ടും കാണാം. ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിൽ നമ്മൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 143 അതിനുശേഷം 155 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അടുത്തതായിട്ടൊരു പ്രേക്ഷകൻ HDFC ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്കിന് സാധിച്ചിരുന്നു. HDFC ബാങ്ക് ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? HDFC ബാങ്ക് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ 1620 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഇന്നലെ നമുക്കൊരു ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ഇത് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 1770 രൂപയായിരിക്കും. അടുത്തതായിട്ട് പ്രാജ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസം 3.81% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രാജിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇതിൽ ഒരു സപ്പോർട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 625 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതായിട്ട് കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് ഇന്നലെ അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1.79% ഇടിവിലാണ് ഇന്നലെ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കല്യാൺ ജ്വല്ലേഴ്സിൽ നമുക്ക് സപ്പോർട്ട് ഒന്നും തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു സെല്ലിംഗ് നടന്നതിനെ തുടർന്ന് അടുത്ത 2-3 സെഷൻസിൽ ഒരുപക്ഷെ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കും. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 480, 500, 520 ഈ റേഞ്ചിൽ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ലോങ് പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ചില PSU സ്റ്റോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ഒപ്പം തന്നെ കാനറ ബാങ്ക് എന്നീ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് 208 രൂപയിൽ വളരെ സ്ട്രോങ്, 215 രൂപയിൽ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 242 അതിനുശേഷം 255 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. കാനറ ബാങ്കിന്റെ കേസിലും സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 103 അതിനുശേഷം 113 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്ക് ഇസ് ആക്ച്വലി ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 565. അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും നമുക്കൊരു വാച്ച് ലിസ്റ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 800 അതിനുശേഷം 825 രൂപയായിരിക്കും.
825 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കെയ്ൻസ് ടെക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കെയ്ൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെയ്ൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4200 രൂപയിൽ വളരെ സ്ട്രോങ് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 5600, 5800 ഇത് രണ്ടും ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും പ്രീമിയം ഷോസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് മൈഫിൻ ടിവിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസുകൾ അടക്കം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി.